ഇത് രസവടയാണ്. അപ്പോൾ അതിനകത്ത് കുറേ രസം കിടന്നപ്പോൾ അതേ കണ്ട് ഞാൻ അത് രസം മാത്രമായിട്ട് ഇങ്ങനെ കുടിച്ച് നോക്കിയതാണ്. നല്ല ചൂട് രസം. ഓംലേറ്റും റെഡി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക മയിലാടിക്കടവ് എന്നാണ് കേട്ടോ. ഇങ്ങനൊരു പേര് കേട്ടാൽ പലർക്കും അറിയില്ല, എനിക്കും അറിഞ്ഞൂടെ. ഇതൊരു പഴയ പേരാണ് ഈ സ്ഥലത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ശരിക്കും നമ്മളെ കിള്ളിപ്പാലത്തു നിന്ന് കണ്ണേറ്റുമുക്ക് ജഗതിയൊക്കെ പോകുന്നൊരു റോഡുണ്ട്. ആ റോഡ് കയറുമ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക്, എന്നുവെച്ചാൽ ഒരുപാട് സിറ്റിയിൽ നിന്ന് ഉള്ളിലേക്ക് അല്ലാന്ന് ചുരുക്കം. തമ്പാനൂരിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ മാക്സിമം ഒരു 1.5-2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. കിള്ളിപ്പാലം PRS ആശുപത്രിയുടെ അവിടെ നിന്ന് കയറാം, ജഗതിയിൽ നിന്ന് കയറാം, എല്ലാ സ്ഥലത്തു നിന്നും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കടയുടെ ഒരു ഇത് കണ്ട നമുക്കിത് സിറ്റിക്കകത്താണെന്ന് തോന്നുകയില്ല. ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ 10-50 വർഷത്തോളമായിട്ട് ഒരു അച്ഛനും അമ്മയും കൂടി നടത്തുന്ന കടയാണ്. വിഭവസമൃദ്ധമായ ഊണും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ രണ്ടുപേർക്കും പ്രായമായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാവിലെ കുറച്ച് ദോശയും ചമ്മന്തി രസവടയൊക്കെ ഉള്ളൂ, വൈകുന്നേരം ചായയും കടികളും ഒക്കെ. അപ്പോൾ ഇനി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. കട തുടങ്ങിയിട്ട് 50 വർഷമാവുന്നു. ചോറുണ്ടായിരുന്നു. ഇപ്പം ദോശ, രസവട, പപ്പടം, ഓംപ്ലേറ്റ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വടയും ചായ. ഇല്ല പോകും. ദോശ ഇതിൽ ചുട്ടതിലും ഇരിക്കണമെങ്കിൽ കൊടുക്കും. മാവുണ്ടെങ്കിൽ ചുട്ടും കൊടുക്കും. എത്ര മണിയാകുമ്പോൾ ഇവിടെ തുറക്കും? 6 മണിക്ക്. ഞായറാഴ്ച ഉണ്ടോ കട? ഞായറാഴ്ച. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു ദേശീയ ഭക്ഷണം ദോശ, ചമ്മന്തി, മുളക് കറി, പപ്പടം, രസവട, ഓംലേറ്റ്. അപ്പോൾ ഈ രസവടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കാണിക്കുന്നത് പരിപ്പ് വടയല്ലേ? അയ്യോ ചൂട്. ഇത് പക്ഷേ പരിപ്പ് വടയല്ല, ഇത് ഉഴുന്നുവട രസത്തിലിട്ട് വെച്ചത്. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് കഴിക്കണം കേട്ടോ. എനിക്കെപ്പോഴും ഈ പരിപ്പ് വട രസത്തിലിട്ടതാണ് ഇഷ്ടം, അതേ കഴിക്കാറുള്ളൂ. ഇന്നൊരു വെറൈറ്റി കാണിച്ചു തരാൻ വേണ്ടി ഇച്ചിരി ചൂടാറട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കയ്യിലെടുത്തിട്ട് രസം ഇതിൽ കൂടുതലുണ്ടായിരുന്നേ, ഞാൻ കുടിച്ച് തീർത്തയാണ്. വടകളുടെ കുറേ വ്യത്യാസം അതും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രസവടയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരുവനന്തപുരത്തെ വന്നാലേ കിട്ടുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, തൈര് വട എന്ന് പറഞ്ഞിട്ട്. അതും ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. സാമ്പാർ വട, തൈര് വട, അതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. നമ്മൾ പോയ കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതും ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. പൊട്ടിച്ചോക്കട്ടെ ആദ്യമൊന്നും. ഇതാ നോക്കിയേ, നല്ല സ്പോഞ്ചിൽ വെള്ളം പിടിച്ച പോലെ ഉണ്ട്. ആ രസമെല്ലാം കൂടെ രസവട കുടിച്ച എന്ത് രസം. ചൂടുണ്ടെന്നേ ഉള്ളൂ. പരിപ്പുവട ആയാലും ഇങ്ങനെ കുതിർന്നിട്ടാണ് ഇരിക്കുക. ഇതെത്ര വീഡിയോ ഇട്ടാലും എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചോദിക്കും എന്താണ് രസവട, എന്താണ് രസവട. ഒന്നുമില്ല, നമ്മുടെ സാധാരണ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ രസത്തിലിട്ട് വെക്കും. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ അതിങ്ങനെ രസം കുടിച്ച് കുതിർന്നു വരും. അതിനെയാണ് ഈ രസവട എന്ന് പറയുന്നത്. അടിപൊളി. നല്ല ദോശയും ചമ്മന്തി, നല്ല രസമുണ്ട്. മുളക് കറി നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം. എന്നാലും എനിക്ക് പരിപ്പ് വട ഇഷ്ടം, ഇതിനേക്കാളും ഇഷ്ടം. വെച്ചോ. എനിക്ക് രസം വേണ്ട, ഇത് മതി. എനിക്ക് എൻ്റെ രസവട ഇതാണ്. എൻ്റെ രസവട ഞാൻ എൻ്റെ രസവട മേടിച്ചേ. എനിക്ക് ഉഴുന്നുവട അങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കണം, എനിക്ക് അത്ര സോഫ്റ്റ് വേണ്ട. നമുക്കിഷ്ടമുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ പിന്നെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഒരു വെറൈറ്റി കണ്ടപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയെന്നേ ഉള്ളൂ. ഇതും പക്ഷേ തട്ടുകടകളിലൊക്കെ കിട്ടും കേട്ടോ. വൈകുന്നേരം നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ ഈ ഉഴുന്നുവട രസത്തിലിട്ടതും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പേസിലിരുന്നിട്ട് ചെറിയ പൈസയ്ക്ക് ഭക്ഷണം, അതൊക്കെയാണ് ഇങ്ങനത്തെ കടകളുടെ ഒരു പ്രത്യേകത. കാരണം ഇവരൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ കടയും കൊണ്ട് പോകുന്നവരാണ്. വേറെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇറച്ചിയോ മീനോ വിഭവസം ഒന്നുമില്ല. ഇപ്പോൾ ഒരു സാധാരണ ഒരു ആവറേജ് ഒരു മലയാളിയുടെ രാവിലത്തെ ഭക്ഷണം. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഓട്ടോ ഓടിക്കുന്ന കുറേ ചേട്ടന്മാരും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ രാവിലെ തന്നെ തുറക്കുന്നുണ്ടേ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ കഴിക്കുന്ന വളരെ സാധാരണമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഭക്ഷണം അത് കൊടുക്കുന്ന ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. ഇവിടെ അകത്തും കൂടെ ഇരിക്കാനുള്ള ഒരു ചെറിയ സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു മേശയേ ഉള്ളൂ. റോഡ് സൈഡാണ്. ഇവിടുന്ന് ട്രെയിനൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, അത്ര അടുത്താണ്. മതി, ഭക്ഷണം കൊള്ളാം.
ചമ്മന്തി ഇടയ്ക്ക് സാമ്പാറും ഉണ്ടാക്കും അല്ലേ? സാമ്പാർ വയ്ക്കും. ചില ദിവസം സാമ്പാർ. നല്ല ദോശയും രസവടയും ചമ്മന്തിയും ഓംലെറ്റും പപ്പടമൊക്കെ കൂട്ടിയിട്ട് രാവിലെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ PRSന്നോ അല്ലെങ്കിൽ നമ്മളെ കിള്ളിപ്പാലം ജംഗ്ഷനിൽ നിന്നൊക്കെ നടന്നു വരാവുന്ന ദൂരത്തിലാണ്, ഒരുപാട് ഉള്ളിലല്ല. എന്നാൽ നമുക്കൊരു സിറ്റിയുടെ അതിൽ നിന്ന് വിട്ട് ഒരു ഗ്രാമപ്രദേശത്ത് ചെന്ന പോലെയുള്ള വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.